ശാരദാ മന്ദിരം മുണ്ടകപ്പാടത്തെ VP ഹൌസിൽ നസീർ പിറന്നു വീണത് ശാരീരിക വൈകല്യത്തോടെ. പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായുള്ള വിദ്യാലയത്തിൽ വിധിയെ തോൽപ്പിക്കുവാൻ വിദ്യ അഭ്യസിക്കുകയാണ് ഈ കൗമാരക്കാരൻ. പക്ഷേ മഴക്കാലമെത്തിയപ്പോൾ തോൽപ്പിക്കാൻ വിധിയല്ല എത്തിയത്. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഗണന കൊടുക്കാത്ത അധികാരി വർഗത്തിന്റെ അലംഭാവ നിലപാടാണ് മുണ്ടകപ്പാടത്തെ നിരവധി സാധാരണക്കാർക്കൊപ്പം നസീറിനും ദുരിതം സമ്മാനിച്ചത്. വീൽചെയർ വഴി പുറം ലോകം കണ്ടിട്ട് മാസം 1 കഴിഞ്ഞു. വീട്ടുമുറ്റത്തും പരിസരത്തും അരയോളം പൊക്കത്തിൽ വെള്ളം. സ്കൂൾ പോക്ക് മുടങ്ങി. ഞെളിയൻ പറമ്പിലെ മലിനജലത്തിൽ നിന്നുള്ള ആരോഗ്യ ഭീഷണി വേറെയും. ജനകീയാസൂത്രണവും രാഷ്ട്രീയവും ജനാധിപത്യവും പൗരാവകാശവുമൊന്നും നസീറിന്റെ വളർച്ചയെത്താത്ത തലച്ചോറിന് അറിയില്ല. പക്ഷേ ജീവിതത്തിനു മീതെ ചിലരുടെ അലംഭാവം വിലങ്ങുതടിയായപ്പോൾ വിറയാർന്ന തൊണ്ടയിൽ നിന്ന് അവ്യക്തമായ ശബ്ദങ്ങൾ പുറത്തു വന്നു. അത് പ്രതിഷേധം കലർന്ന ദയനീയതയുടെ ശബ്ദമാണെന്ന് ക്യാമറ കണ്ണുകൾ തിരിച്ചറിഞ്ഞു. ആനുകൂല്യങ്ങൾ അന്യമായ നസീറിന്റെ വീട്ടിൽ മഴക്കാലമെത്തിയപ്പോൾ മഴവെള്ളം സുലഭം. വീട്ടിനുള്ളിലും മുറ്റത്തും അടുക്കളയിലും വരെ വെള്ളമെത്തി. മുറികളിൽ മാറി മാറി വീൽചെയർ തള്ളിമടുത്ത രക്ഷിതാക്കൾ തങ്ങളുടെ ആവലാതി പറഞ്ഞു തുടങ്ങി. ഇതിപ്പോ ഒരു മാസം കൊണ്ട് സ്കൂളിൽ പോകാതായിട്ട് ഒരാഴ്ച നിൽക്കൂ, അപ്പതും മഴ അപ്പതും വെള്ളം വരും. ഈ ഗ്രാനൈറ്റിന്റെ പ്രശ്നമാണ്. ഈ തോട്ടിലെ ഈ വെള്ളം ഇങ്ങനെ പൊന്തി നിന്നിട്ട് ഇവിടെ ഒരു താന്നിട്ടാണല്ലോ. അപ്പൊ ഇവിടെ പൊന്താനുള്ള എന്തൊരു ഇതാണ്. പിന്നെ ഒരു ആനുകൂല്യങ്ങളൊന്നുമില്ല, ഒരു പെൻഷനല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മളെ കൈമന്ന് പൈസ എടുത്തിട്ടാണ് ഇപ്പോൾ മാസം 3000 രൂപ നമ്മൾ വണ്ടിക്ക് കൊടുക്കുന്നത്. അതുപോലെ ടെൻഷൻ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ട് ഒരു സ്കൂളൊന്നും എടുത്തില്ല. ഇനി എടുക്കൂല, കുട്ടീനെ എടുക്കൂല എന്ന് പറഞ്ഞിട്ട് എത്ര പ്രശ്നതാണ്. ഇപ്പോൾ ഒരു സ്കൂൾ പറയൊക്കെ സ്കൂളുണ്ട്, അവിടെ അങ്ങനെ കൊണ്ടേ ഇരിക്കുന്നു. ടീച്ചർമാരിങ്ങനെ ഒന്ന് ബുദ്ധിമുട്ട് പഠിപ്പിക്കുന്ന നമ്മൾ കൊണ്ടുവരുന്നത് മാത്രമാവും. പൈസൻ്റെ ഒന്നുമില്ല, അറിയില്ല, ബസ്സില്ല. നമ്മൾ മാസം 3000 കൊടുത്തിട്ട് ഓൻ്റെ ടെൻഷൻ നമ്മൾ ജയിക്കുക, നമ്മളെ കൈമന്ന് ജയിക്കുക. ആ വെള്ളം കിട്ടും വന്നേ. ഏതായാലും പ്രകൃതി ദുരന്തങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് വെള്ളപ്പൊക്കമായും കൊടുങ്കാറ്റായും ഇടിമിന്നലായും ഏത് നിമിഷവും സംഭവിച്ചേക്കാം. എന്നാൽ കൃത്യമായ ഇടപെടൽ വഴി ശാശ്വത പരിഹാരം ഉണ്ടാക്കാമായിരുന്ന മുണ്ടകപ്പാടത്തെ ഈ വെള്ളപ്പൊക്കത്തെ 15ാം പിറന്നാളിൽ എത്തിച്ചവരോട് എന്ത് പറയണം? അധികാര കേന്ദ്രങ്ങളിൽ അവ്യക്തമായ ശബ്ദങ്ങൾ വഴി യാചിക്കുന്ന നസീറിനും മുട്ടോളം വെള്ളത്തിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ ധ്യാൻ KG-ക്കുമൊപ്പം രാജേഷ് പറമ്പിൽ, കോഴിക്കോട് വിഷൻ.